ലൈംഗിക അതിക്രമ പരാതിയുടെയും നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയയാക്കിയ പരാതിയെയും തുടർന്ന് രാഹുൽ മാംകൂട്ടത്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കുറ്റക്കാരനായ മാംകൂട്ടത്തിന് കട്ട സപ്പോർട്ടുമായിട്ട് രാഹുൽ ഈശ്വർ എത്തുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ ചർച്ചകൾ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പരാതിക്കാരിയായ അതിജീവിതയെ ഒരിക്കലും അതിജീവിത എന്ന് വിളിക്കാൻ പറ്റില്ല എന്നായിരുന്നു രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയത്. ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വറിനെതിരെയും ആ വ്യക്തി പരാതി നൽകുകയായിരുന്നു. ഇപ്പോൾ ഇത് ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്തിക്കൊണ്ട് രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ആയിരുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് വീട്ടിലെത്തിയത്. ഇതോടെ പോലീസ് കാണാത്ത രീതിയിലായിരുന്നു പോലീസുമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ പോലീസ് തന്റെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് തന്നെ രാഹുൽ എടുത്തു വെച്ചത്. താൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻപിൽ എത്തും എന്ന് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്ത്. ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ അപ്ലോഡ് ആകുന്ന രീതിയിലുള്ള സെറ്റിംഗ്സ് എല്ലാം ഓണാക്കി വെച്ചതിന് ശേഷമാണ് രാഹുൽ പോലീസിന് കീഴടങ്ങിയത്. തുടർന്ന് രാഹുലിന്റെ ലാപ്ടോപ്പും ഫോണും എല്ലാം പോലീസ് പരിശോധിക്കുകയും ചെയ്തിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലും ഇടം പിടിച്ചു. ഇതോടെ പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത്. നിരവധി പേരാണ് രാഹുൽ ഈശ്വറിന് കട്ട സപ്പോർട്ടുമായിട്ടും എത്തുന്നത്. രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയാണ് എന്നും ആണുങ്ങൾക്ക് ഇവിടെ ഒരു വിലയുമില്ല എന്നും നിങ്ങൾ തെളിയിച്ചു എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വറിന് സപ്പോർട്ടുമായിട്ട് ആരാധകരെല്ലാവരും എത്തുന്നതിന്റെ പ്രധാന കാരണം. ആണുങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും രാഹുൽ ഈശ്വറിന് കട്ട സപ്പോർട്ടുമായി എത്തിയത്. അതേസമയം പുരുഷ കമ്മീഷൻ നിർബന്ധമായിട്ടും വരണമെന്നും പറഞ്ഞുകൊണ്ട് നിരവധി പേരെത്തുകയാണ്. രാഹുൽ മാംകൂട്ടത്തിന് വളരെ പോസിറ്റീവ് തന്നെയാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.